ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ ഏവരുമേ, നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ അനുസ്മരണ ദിനങ്ങളിൽ കൂടി വിശ്വാസപൂർവം നാം യാത്ര ചെയ്യുകയാണല്ലോ. നമ്മുടെ കർത്താവിനോടൊപ്പം രണ്ട് ദുഷ്പ്രവൃത്തിക്കാരെ ഇടത്തും വലത്തുമായി കുരിശിച്ചതായി തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. അവരിൽ ഒരാളോട് യേശുക്രിസ്തു പറുദീസ വാഗ്ദാനം ചെയ്യുന്നതായും തിരുവചനത്തിൽ രേഖപ്പെടുത്തലുണ്ട്. ആ തിരുവചനമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 43 വാക്യം: നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും. സത്യത്തിൽ നമ്മുടെ കർത്താവ് എത്ര അനുഗ്രഹകരമായ ഒരു വാഗ്ദാനമാണ്. പാപിയെന്ന് സമൂഹം മുദ്രകുത്തിയ, ദുഷ്പ്രവർത്തിക്കാരനെന്ന് മുദ്രകുത്തി മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനോട് പറയുന്നത്, സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. ഈ ലോക ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പാപങ്ങളിൽ ആഴ്ന്നു പോകുന്നവരും പാപസ്വാധീനങ്ങളാൽ വലയം ചെയ്യപ്പെട്ട് നിൽക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. നാം ആ വിധങ്ങളിൽ വിവിധ തരത്തിലുള്ള പാപങ്ങളാൽ, പാപ സാഹചര്യങ്ങളാൽ ആക്രമിക്കപ്പെട്ട് തകർക്കപ്പെട്ട് നിൽക്കുന്നവരായിരിക്കെ നമ്മുടെ കർത്താവിന് നമ്മോട് പറയുവാനുള്ള ഒരു പ്രത്യാശ നിർഭരമായ, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഒരു വചനമാണ് തൂക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരിൽ ഒരാളും കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇപ്രകാരം തൂക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവനോട് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും എന്ന് പറഞ്ഞതിൻ്റെ കാരണം? അതിന് പ്രധാനമായും 2 കാരണങ്ങളുള്ളതായി തിരുവചന പഠനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. തിരുവചന പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. ഇത് വേറെ ഒന്നുമല്ല. ഒന്നാമതായി, ഈ തൂക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരൻ്റെ ആത്മബോധമാണ് ഇവനെ ഇപ്രകാരം ഒരു പറുദീസായുടെ അവകാശിയാക്കി തീർക്കുന്നത്. ആത്മബോധം എന്ന് പറയുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ പറയുന്നത്, ദൈവമേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ, ക്രിസ്തുവിനോട് പറയുകയാണ്, ക്രിസ്തുവെ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തിരിച്ചറിയാതെ ക്രിസ്തുവിനെ വിവിധ തരത്തിലുള്ള പരിഹാസങ്ങളാൽ നിറയ്ക്കുകയും വിവിധ തരത്തിലുള്ള ദുരാരോപണങ്ങൾ ക്രിസ്തുവിൻ്റെ മേൽ ആരോപിക്കുകയും ചെയ്ത് ഈ ലോക ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിനെ നിഷ്കാസനം ചെയ്യുവാൻ തക്കവണ്ണം ഒരു ജനവിഭാഗം മുഴുവനും സകല വിധത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദുഷ്പ്രവർത്തിക്കാരനായ ഒരുവൻ പറയുന്നത്, ക്രിസ്തുവെ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ, നീ രാജത്വം പ്രാപിപ്പാൻ തക്കവണ്ണം അവകാശമുള്ള, അതിനർഹതയുള്ള ദൈവപുത്രനാകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ ഒരു ബോധ്യം ആ മനുഷ്യന്റെ ജീവിത വഴികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം അതിശയത്തോടു കൂടി അല്ലാതെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ നീ ഓർക്കണമേ എന്നുള്ള അവന്റെ അപേക്ഷയിൽ നിഴലിച്ചു നിൽക്കുന്നത് ക്രിസ്തു ദൈവപുത്രനാകുന്നു എന്നുള്ള ബോധ്യം, ഒരാത്മബോധം അവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. വേറൊരു ആത്മബോധവും സമാനമായി ഇതിനോട് തന്നെ ബന്ധപ്പെട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കുവാൻ സാധിക്കുന്നതാണ്. തൂക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ ക്രിസ്തുവിനെ അപഹസിക്കുമ്പോൾ, ക്രിസ്തുവിനെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ ഒരാൾ പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നാം നമ്മളുടെ തെറ്റുകൾക്കനുസരണമായ ശിക്ഷയാണ് നാം നേടുന്നത്, നാം അനുഭവിക്കുന്നത്. എന്നാൽ ഇവൻ അങ്ങനെയല്ല, ഇവൻ നിർദോഷിയാകുന്ന മനുഷ്യനാകുന്നു. നാമോ നമ്മുടെ തെറ്റുകൾക്ക് അനുസരണമായ വിധി തീർപ്പാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അവൻ ചെയ്തു പോയ പാപങ്ങളെ പറ്റിയുള്ള കൃത്യമായ അനുതാപമാണ് ആ വാക്കുകളിൽ നിഴലിച്ചു നിൽക്കുന്നത്. ഈ കാലികമായ നമ്മളുടെ ഈ ലോക ജീവിത ചുറ്റുപാടിൽ പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു വലിയ അനുഭവമാണ് ഈ കള്ളന്റെ വായിൽ നിന്ന് വാക്കുരൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. ആ മനുഷ്യൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുകയാണ്, ക്രിസ്തുവെ, നീ നിർദോഷിയാകുന്ന മനുഷ്യനാകുന്നു, ഞങ്ങളാകട്ടെ വിവിധ തരത്തിലുള്ള പാപങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്ത
മനുഷ്യരാകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്രകാരമുള്ള ശിക്ഷാവിധി ലഭിപ്പാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ നിനക്കങ്ങനെ അല്ല, നീ ഒരു തെറ്റും ചെയ്യാത്തവനാകുന്നു എന്നുള്ള ഒരു ബോധ്യം അവൻ്റെ ജീവിത വഴികളിൽ നിലനിർത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വഴികളിൽ നമുക്കില്ലാതെ പോകുന്നത് ഈ ബോധ്യങ്ങളാണ്. നാം ബലഹീനരാണെന്നും പാപം ചെയ്യുന്നവരാണെന്നും വിവിധ പാപങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരാണെന്നുമുള്ള ബോധ്യം അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നഷ്ടമായി പോകുന്നുണ്ട്. സത്യത്തിൽ ഈ കള്ളനെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അവൻ്റെ ജീവിതത്തിന്റെ ബലഹീനതകളെ അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് സമാനമായ ദുഷ്പ്രവൃത്തിയിൽ തൂക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, സുഹൃത്തെ, നാം പാപം ചെയ്തു, എന്നാൽ അവൻ നിർദോഷിയാകുന്ന മനുഷ്യൻ ആകുന്നു. എന്നിട്ടും അവൻ ഈ വേദന സഹിക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് സുഹൃത്തിനോട് ചോദിക്കുകയാണ്. അതുമാത്രമല്ല, നീ രാജ്യത്വം പ്രാപിക്കുന്നവനാണ് എന്നുള്ള ബോധ്യം അവൻ്റെ ജീവിത വഴികളിൽ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമതായി, ഈ മനുഷ്യനെ എന്തുകൊണ്ടാണ് ക്രിസ്തു പറുദീസായോളം ഉയർത്തുവാൻ തക്കവണ്ണമുള്ള കാരണം? അത് വേറെ ഒന്നുമല്ല, അവന്റെ ജീവിതത്തിൽ നിലനിർത്തിയ ആഴമായ ദൈവവിശ്വാസമാണ്. ആഴമായ ദൈവവിശ്വാസം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തിരിച്ചറിഞ്ഞാണ് അവൻ ഇടപെടുന്നത് മുഴുവനും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമായി പോകുന്നത് ഈ പറയുന്ന ആഴമായ ദൈവവിശ്വാസമാണ്. ആഴമായ ദൈവവിശ്വാസത്തിൽ നിന്ന് നഷ്ടമായി പോകുന്ന ഒത്തിരി മനുഷ്യർ ഈ ലോക ജീവിതത്തിൽ വ്യാപരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യഗണങ്ങൾക്ക് പോലും ഈ ആഴമായ ദൈവവിശ്വാസം പലപ്പോഴും കാണുവാൻ സാധിച്ചില്ല എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം കൂടിയാകുന്നുവല്ലോ. ഈ ആഴമായ ദൈവവിശ്വാസവും അതിനോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിന്റെ ബലഹീനതകളെ പറ്റിയുള്ള ആത്മബോധവും നിലനിർത്തുക വഴിയായിട്ടാണ് ഈ മനുഷ്യൻ പറുദീസായുടെ അവകാശിയായി തീരുന്നത്. എത്ര മനോഹരമായ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ് ഈ മനുഷ്യൻ നടത്തി. ക്രിസ്തുവേ, നീ എന്നെ ഓർക്കണമേ. നമ്മളൊക്കെ വലിയ വലിയ ആവശ്യങ്ങൾ പറയുകയും വലിയ വലിയ വാചകങ്ങളിൽ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ തക്കവണ്ണം ഇടയാവുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. പക്ഷെ ഈ മനുഷ്യനെ നാം അംഗീകരിക്കേണ്ടത് വേറെ ഒന്നും കൊണ്ടല്ല. എത്ര സുന്ദരമായ ഒരു ചെറിയ പ്രാർത്ഥന വഴിയായിട്ടാണ് ഈ മനുഷ്യൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകളും ഉണ്ടാകണം. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാകാം, നാം ജോലി മേഖലകളിൽ വ്യാപരിക്കുമ്പോഴാകാം, നാം നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥനാ സമയങ്ങളിൽ ചിലവഴിക്കുമ്പോഴാകാം. ക്രിസ്തുവേ, നീ എന്നെ മറന്നു പോകാതെ നീ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് ദൈവസന്നിധിയിൽ പറയുവാനാവുക എന്നതിൽ പരം വലിയൊരു പ്രാർത്ഥന ഇല്ല എന്നത് തന്നെയാണ് സത്യം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം. അപ്പോൾ ഈ കുരിശിക്കപ്പെട്ട കള്ളൻ ക്രിസ്തുവിനോട് പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ നീ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. അതിന് യേശുക്രിസ്തു അവനോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും. സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും. നമ്മൾ പറുദീസായിൽ പ്രവേശിക്കപ്പെടുന്നതിൽ നിന്ന് ഈ കള്ളനോടൊപ്പമുള്ള ഒരാത്മീക നിലവാരത്തിലേക്ക് നാം വളരാതിരിക്കുന്നതിന്റെ പിന്നിൽ നമ്മെ തടയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് പരിശോധിച്ചറിയേണ്ടത് അനിവാര്യതയാണ്. ഒന്നാമതായി നമ്മെ തടയുന്നത് അതിപരിചയത്വമാണ്. അതിപരിചയത്വം. നമുക്ക് തിരുവചനവും ആരാധനാ സംവിധാനങ്ങളും പ്രാർത്ഥനാക്രമങ്ങളും എല്ലാം നമ്മുടെ കൈ അകലത്തിൽ ഈ കാലത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നാം അതിപരിചയത്വം വഴിയായി ചവിട്ടി നിൽക്കുന്ന ഇടങ്ങളുടെ പ്രാധാന്യം വല്ലാതെ മറന്നുപോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ബലഹീനതയാണത്. നാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഒരു ദിവസം പ്രാർത്ഥിച്ചില്ല എങ്കിൽ എന്തു കുഴപ്പമാണ് എനിക്കുണ്ടാകുന്നത്? എല്ലാ ഞായറാഴ്ചകളിലും പള്ളി ആരാധനകളിൽ സംബന്ധിക്കുന്നു. ഒരു ദിവസം പോയില്ലെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും എനിക്ക് ഉണ്ടാകുവാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ പ്രബലപ്പെട്ട് വരികയാണ്. സത്യത്തിൽ അതിപരിചയത്വം കൊണ്ട് കൂടുതൽ സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത്. അത്രയും നമ്മുടെ കർത്താവിനോട്, നമ്മുടെ ദൈവവും നാഥനും രക്ഷിതാവുമായ ക്രിസ്തുവിനോട് അതിപരിചയത്വം കൊണ്ട് നമുക്ക് കൂടുതൽ അടുപ്പമാണ് ഉണ്ടായി വരേണ്ടത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്കുണ്ടാകുന്നത് അത്രയും അതിപരിചയത്വം കൊണ്ട് അകൽച്ചയാണ് ഉണ്ടായി വരുന്നത്. ഒരുപക്ഷെ ഈ കള്ളൻ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യൻ ക്രിസ്തുവിനെ ആദ്യമായി കാണുന്നവനായിരിക്കാം. ഈ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോഴായിരിക്കാം ക്രിസ്തുവിനെ ആദ്യമായി കാണുന്നത്. ആദ്യമായി കാണുന്നവനായിട്ട് കൂടി അവൻ ക്രിസ്തുവിൽ വല്ലാതെ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവനായി തീരുകയാണ്.
എന്നാൽ ക്രിസ്തുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാർക്ക് ഈ ഒരു ബന്ധനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണല്ലോ തിരുവചനം സാക്ഷിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, പീഡാസഹനം ആരംഭിച്ച സമയത്ത് തന്നെ അവരെല്ലാവരും ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി. ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി അവരുടെ ജീവനെ സുരക്ഷിതമാക്കുവാൻ തക്കവണ്ണം അവരെല്ലാം പരിശ്രമിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോട് അതിപരിചയത്വം ഉണ്ടാകണം. എന്നാൽ അത് അകൽച്ചയ്ക്ക് കാരണമായി തീരരുത്, സ്നേഹത്തിന്റെ വർധനവിന് കാരണമായി തീരണം. ഇവിടെ കള്ളന് അതിപരിചയത്വമില്ല, പക്ഷെ അവൻ സ്നേഹത്തിൽ ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ടവനായി തീർന്നു. സ്നേഹത്താൽ ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ടവർക്കെല്ലാം പറുദീസായുടെ അവകാശിയായി മാറുവാൻ തക്കവണ്ണം സാധിക്കും. രണ്ടാമതായി, എന്തുകൊണ്ടാണ് നമുക്ക് കള്ളന് വാഗ്ദാനം ചെയ്യപ്പെട്ട പറുദീസ നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നമുക്ക് ലഭ്യമാകാതെ പോകുന്നതിന്റെ കാരണം എന്താണ്? അതിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താണ്? അത് ദൈവത്തെ പറ്റിയുള്ള നമ്മളുടെ ചില മിഥ്യാധാരണകൾ നിമിത്തമായിട്ടാണ്. ദൈവത്തെ പറ്റിയുള്ള നമ്മളുടെ ചില മിഥ്യാധാരണകൾ ഉണ്ട്. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ദൈവം എന്നുള്ളത് നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ചോദിക്കുന്നത് എന്തും ചോദിക്കുന്ന നിമിഷം തന്നെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപകരണം എന്നുള്ള നിലയിൽ ദൈവത്തെ കാണുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അത് കർത്താവിന്റെ കാലത്തും അങ്ങനെയുള്ള ആളുകൾ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹ യേശുക്രിസ്തുവാണെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം അവർക്കിടയാകാതെ ഇരുന്നത്. കാരണം അവരുടെ ധാരണയിലും കാഴ്ചപ്പാടിലും ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന മശിഹ ഞങ്ങളെ ഈ പറയുന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്ന, ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന, സങ്കടങ്ങളും വേദനകളും ഒന്നുമില്ലാതെ ഞങ്ങളെ കാത്തരുളുന്ന ഒരാളാണ് മശിഹ എന്നുള്ള ധാരണ അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ക്രിസ്തുവിനെ മശിഹായായി അംഗീകരിക്കുവാൻ തക്കവണ്ണം തയ്യാറാകാതെയിരുന്നു. ക്രിസ്തു അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ഇടയിലേക്ക് ചെന്നത്. വേദന സഹിക്കുന്നവനായി, നിന്ദകളും ആക്ഷേപങ്ങളും ഏൽക്കുന്നവനായി, പരിഹാസങ്ങൾ സഹിക്കുന്നവനായി ഒക്കെയാണ് യേശുക്രിസ്തു അവരുടെ ഇടയിൽ പദസഞ്ചാരം ചെയ്തത് അത്രയും. അതുകൊണ്ട് തന്നെ അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹായായി ക്രിസ്തുവിനെ കാണുവാൻ സാധിച്ചില്ല. നമുക്കും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ക്രിസ്തുവിനെ നാം ചില കൃത്യമാകുന്ന വീക്ഷണകോണുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നതൊക്കെ നൽകുന്നവനാണ് എൻ്റെ ദൈവം. എൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടവും രോഗവും പ്രയാസവും ഒന്നും വരുത്താതെ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നവനാണ് ദൈവം. അതല്ലാത്തൊരു ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഇടയാവുകയില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീകമാകുന്ന അന്ധതയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എന്നും നമ്മെ വഴി നടത്തുകയും സുരക്ഷിതമായി സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ്. വേദനകളും സഹനങ്ങളും ഒക്കെ ആത്മീയ ജീവിതത്തിലായിരിക്കുന്ന മനുഷ്യർക്കും ഉണ്ടാകാം. എന്നാൽ ഒന്ന് നിശ്ചയമാണ്, വേദനകളുടെയും സഹനങ്ങളുടെയും മധ്യത്തിൽ താണു വീണു പോകാതെ, താളടിയായി പോകാതെ ദൈവം കരങ്ങളിൽ സംരക്ഷിക്കുന്നവനായി കൂടെ ഇരിക്കും എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്. അപ്പൊ നമുക്ക് പറുദീസായുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ ചില മിഥ്യാധാരണകളാണ്. നമ്മുടെ ആ മിഥ്യാധാരണകൾ മാറ്റിവെക്കാം. ദൈവം അന്ത്യത്തോളം എന്നെ പുലർത്താമെന്ന് വാഗ്ദാനം ചെയ്തവനാകയാൽ എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെയും സങ്കടങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഒക്കെ അനുഭവത്തിൽ എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമാം വിധം വഴി നടത്തുമെന്നുള്ള ഉറച്ച പ്രത്യാശയും വിശ്വാസവും നമുക്കേവർക്കും ഉണ്ടാകേണ്ടത് തന്നെയാണ്. മൂന്നാമതായി, പറുദീസായുടെ അനുഭവത്തിൽ നിന്ന്, പറുദീസായുടെ സന്തോഷാനുഭവത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താണ്? അത് വേറെ ഒന്നുമല്ല, സ്വയത്തിലുള്ള അമിതമായ പുകഴ്ചയാണ്. സ്വയത്തിലുള്ള അമിതമായ പുകഴ്ച ഇതെല്ലാം മനുഷ്യർക്കും ഉണ്ട്. നാം എല്ലാം നേടിയവരാണ്. നാം എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിവുള്ളവരാണ്. ബാക്കിയുള്ളവരാകട്ടെ അറിവില്ലാത്തവരും ഈ ലോക ജീവിതത്തിൽ ഒന്നുമല്ലാത്തവരും ഒക്കെയാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും കടന്നുകൂടിയിട്ടുണ്ട്. നാം എല്ലാം നേടിയവരും നാം എല്ലാ കാര്യങ്ങളിലും ആഴമായ അറിവുള്ളവരുമാണ്. അതുകൊണ്ട് നമുക്കൊരു ദൈവസഹായം കൂടാതെ ഈ ലോക ജീവിതത്തിൽ കഴിയുവാനും ഈ ലോക ജീവിതത്തെ പൂർത്തീകരിക്കാനും തക്കോണം ഇടയാക്കും എന്നുള്ളൊരു ചിന്ത വല്ലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഭരിക്കാറുണ്ട്. അങ്ങനെ ദൈവവിശ്വാസത്തിൽ നിന്നും ആരാധനയിൽ നിന്നും ഒക്കെ അകന്നു പോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. സത്യത്തിൽ ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതകളെ തിരിച്ചറിയുന്നതിനേക്കാൾ വലുതായ ഒരു ജീവിത പാഠമില്ല. നമ്മളെല്ലാം ഈ ലോക ജീവിതത്തിൽ അല്പകാലത്തേക്കുള്ള ഒരു വാസത്തിനായി കടന്നു വന്നിട്ടുള്ളവരാണ്.
നമ്മളെക്കാൾ പ്രതിഭാധനരായ മനുഷ്യർ, കഴിവുള്ളവർ, വിവിധ കാര്യങ്ങളിൽ അഹങ്കരിച്ചിരുന്നവർ, വിവിധ കാര്യങ്ങൾ സ്വന്തമായി ഉണ്ടെന്ന് അഭിമാനിച്ചിരുന്നവർ, അവരൊക്കെ ഈ ലോക ജീവിതത്തിൽ മണ്ണിനോട് ചേർന്നിട്ട് നാളുകൾ ഏറെ ആയിട്ടുണ്ട്. നാമും ഒരു നാൾ ഈ മണ്ണിനോട് ചേർക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു കേവലം ഓർമ്മയായി മാത്രം നാം ഇവിടെ അവശേഷിക്കുകയും ചെയ്യും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സ്വയത്തിൽ അമിതമായി പുകഴുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ വലുതായി ആശ്രയം വെക്കുവാൻ തക്കവണ്ണം ഇടയാകണം. സ്വയത്തിൽ അമിതമായി ആശ്രയിക്കുന്നവർക്ക് പറുദീസായുടെ വാതിലോളം പ്രവേശിപ്പാൻ തക്കവണ്ണം സാധിക്കുകയില്ല. സത്യത്തിൽ ഈ നിസ്സാരനായ കള്ളൻ സ്വയത്തിൽ ഒരു പ്രത്യാശയും വെച്ചില്ല. സ്വയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കള്ളൻ അഹങ്കരിച്ചതായി തിരുവചനം സാക്ഷിക്കുന്നില്ല. അവൻ അവന്റെ ബലഹീനതകളിലേക്കാണ് നോക്കിയത്. അവൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ദുഷ്കർമ്മിയാകുന്ന ഒരു മനുഷ്യനാകുന്നു എന്ന് അവൻ പറയുവാൻ തക്കവണ്ണം കാരണവും അതാണ്. സ്വയത്തിൽ പുകഴാതെ പറുദീസായുടെ അവകാശികളായി വളരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. നാലാമതായി, പറുദീസായുടെ സന്തോഷാനുഭവങ്ങളിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താണ്? അത് ഈ ലോകത്തിന്റെ വലിയ സ്വാധീനങ്ങളാണ്. ഈ ലോകത്തിന്റെ വലിയ സ്വാധീനങ്ങളാണ്. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലോകം എത്രമാത്രം വലിയ സ്വാധീനമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. നാം പറയും, ലോകം എന്നെ ഏതെങ്കിലും തരത്തിൽ പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലോകത്തിന്റെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല, ഞാനിങ്ങനെ ലോകത്തിൽ നിന്നൊക്കെ വിമുക്തനായി ജീവിക്കുകയാണെന്നൊക്കെ അവകാശിക്കുവാൻ നമുക്കിടയാകും. പക്ഷെ നമ്മുടെ ശാന്തമായ ഒരു ചിന്തയിൽ ഈ ലോകത്തിന്റെ എത്രയധികം മോഹങ്ങൾ, ലോകത്തിന്റെ എത്രയധികം ആഗ്രഹങ്ങൾ, ലോകത്തിന്റെ വക്രതകൾ, വഞ്ചനകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര ആഴത്തിൽ ചേർന്ന് നിൽപ്പുണ്ട് എന്നുള്ളത് അവനവൻ സ്വയത്തിലേക്ക് തന്നെ തിരിഞ്ഞു പരിശോധിക്കുമ്പോൾ തിരിച്ചറിയുവാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ പറഞ്ഞതുപോലെ ലോകത്തിന്റെ സ്വാധീനങ്ങൾ നമ്മിൽ നിന്ന് കുറയ്ക്കുവാൻ ഇടയായിത്തീരണം. യേശുക്രിസ്തുവിന് തന്റെ ശിഷ്യന്മാരെ പറ്റിയുള്ള വലിയ കൺസേൺ എന്തായിരുന്നു എന്നറിയാമോ? അത് വേറെ ഒന്നുമല്ല, അത് മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഭംഗിയായി പറയുന്നുണ്ട്. യേശുക്രിസ്തു പിതാവാം ദൈവത്തോട് പറയുകയാണ്, പിതാവേ, എൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഈ ലോകത്തിലാണ്, അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നാം തിരിച്ചറിയേണ്ട ഒരു സത്യം വേറെ ഒന്നുമല്ല, ലോകത്തിന്റെ സ്വാധീനങ്ങൾ അറിയാതെ നമ്മിൽ ഉണ്ടായി വരാം. എന്നാൽ ലോകത്തിന്റെ കെണികളിൽ നിന്ന് ആ വലകളെ പൊട്ടിച്ച് പറന്നകലുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മബലം നേടുക എന്നത് ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഈ ആത്മബലമുള്ളവർക്ക് മാത്രമേ പറുദീസായുടെ അവകാശത്വത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. തന്നോടുകൂടെ തൂക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവനോട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്യുമ്പോൾ ആ വചനത്തിലെ ഇന്ന് എന്നുള്ളതിന് അനിതര സാധാരണമായ പ്രത്യേകതയുള്ളതായി നാം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ സംഭാഷണങ്ങളിലൊക്കെ ഈ ഇന്ന് എന്നുള്ളത് പലയിടങ്ങളിലും ആവർത്തിക്കുന്നതായി സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു വലിയ പരാജയം എന്താണ്? നാം ഇന്നിൽ ജീവിക്കുവാൻ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയൊരു വീഴ്ച. 40% ആളുകൾ ജീവിക്കുന്നത് ഇന്നലകളിലാണ്. ഇന്നലകളിലുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, പരിഹാസങ്ങൾ, അവഗണനകൾ, ഇവയൊക്കെ വല്ലാതെ നമ്മെ നിരാശപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബാക്കിയുള്ള 50% ആളുകൾ ജീവിക്കുന്നത് നാളകളിലാണ്. നാളകളെ പറ്റിയുള്ള ഭാരങ്ങൾ, ക്ലേശങ്ങൾ, നാളകളെ പറ്റിയുള്ള അനവധിയായ ചിന്തകളും വിചാരങ്ങളും, ഇവയൊക്കെ വല്ലാതെ നമ്മെ ക്ലേശിപ്പിക്കുന്നുണ്ട്. 10% മനുഷ്യർ മാത്രമാണ് ഇന്നിൽ ജീവിക്കുന്നത്. ഇന്ന് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കൃപകൾ, സന്തോഷങ്ങൾ, ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവയുടെ സ്മരണയിൽ ജീവിക്കുന്ന കേവലം 10% ആളുകൾ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ നമ്മുടെ ജീവിതം എപ്പോഴാണ് മനോഹരമാകുന്നത്? നമ്മൾ ഇന്നിൽ ജീവിക്കുമ്പോഴാണ്. ദൈവം നൽകിയിട്ടുള്ള നന്മകളെ ഓർക്കുകയും നമുക്ക് ദൈവം ചേർത്ത് നൽകിയിട്ടുള്ള ജീവിതങ്ങളെ വളരെ സ്നേഹത്തോടുകൂടെ വീക്ഷിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അതെത്ര മനോഹരമായി തീരും. നമ്മളുടെ സങ്കടങ്ങൾ അത്രയും നമുക്ക് കിട്ടാതെ പോയതിനെ കുറിച്ചും ഇനി കിട്ടുവാനുള്ളവയെ പറ്റിയുള്ള ആധിയും ഒക്കെ നിമിത്തമായി നമ്മളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ നാം തന്നെ ഇല്ലാതെയാക്കി കളയുകയാണ്. യേശുക്രിസ്തു ഈ മനുഷ്യനോട്
നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് പറയുന്നു. ഈ പറുദീസ എന്നുള്ളത് ഒരു പേർഷ്യൻ വാക്കാകുന്നുവെന്ന് നമുക്കറിയാം. കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം എന്നതിനൊരു അർത്ഥമുണ്ട്. പഴയ കാലങ്ങളിൽ പറുദീസായുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യാഖ്യാനിച്ച് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു സുൽത്താന് ഒരാളോട് പ്രത്യേകമായ മമത തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തെ തൻ്റെ ഈ കെട്ടിയടയ്ക്കപ്പെട്ട ഉദ്യാനത്തിലേക്ക് സുൽത്താൻ വിളിച്ചുകൊണ്ട് പോവുക ഒരു രീതിയായിരുന്നു. സുൽത്താനോടൊപ്പം വിശിഷ്ട വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണം കഴിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ സാവകാശവും ഇങ്ങനെ ക്ഷണിക്കപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുമായിരുന്നു. സത്യത്തിൽ സുൽത്താനോടൊപ്പം നടക്കുകയും സുൽത്താനോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്ത ആളെന്നുള്ള നിലയിൽ ബാക്കിയുള്ളവരെല്ലാം ഈ മനുഷ്യനെ വളരെ ബഹുമാനത്തോടും ആദരവോടുമാണ് പിൽക്കാല ജീവിതത്തിൽ ഉടനീളം കാണുന്നത്. അപ്പോൾ ഈ കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്യുമ്പോൾ യേശുക്രിസ്തു അവൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിനും അപ്പുറമുള്ള ഒരു ലോകത്തേക്ക് അവനെ ആനയിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു സ്വപ്നം ഇപ്രകാരം ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നടക്കുവാൻ സാധ്യമാകുന്ന ആ ഒരു വലിയ മഹാ ദിവസത്തെ പറ്റിയുള്ള സ്വപ്നമാകണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ ആഗ്രഹമെന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ഈ ലോകത്തിലെ പലവിധ ആഗ്രഹങ്ങളിൽ കുരുങ്ങിക്കഴിയുകയും അവയൊക്കെയാണ് യഥാർത്ഥത്തിൽ വലിയ കാര്യങ്ങളെന്ന് ചിന്തിക്കുകയും ചെയ്ത് യഥാർത്ഥത്തിൽ വലിയവയായി കാണേണ്ടുന്ന പലതിനെയും നാം ഒക്കെയും ഗണ്യമാക്കാതെ കളയുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പരാജയം തന്നെയാണ്. ഇപ്പൊ ക്രിസ്തുവിനോടൊപ്പം അവൻ ഒരുക്കുന്ന വിലപ്പെട്ട പറുദീസായിലെ ഭക്ഷണമേശയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നുള്ള ബോധ്യം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടാവുക എന്നത് ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അപ്പോൾ സാധാരണക്കാരായ എല്ലാ മനുഷ്യരും തള്ളിക്കളഞ്ഞ ഒരു കള്ളൻ അവനിതാ പറുദീസായുടെ അവകാശിയായി തീരുന്നു. ചെറിയൊരു പ്രാർത്ഥന വഴിയായി എന്നെ നീ ഓർക്കണമേ, മറന്നുകളയരുതേ. അതുമാത്രമല്ല, ഈ പ്രാർത്ഥനയോടൊപ്പം അവൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞു. കൂടെ തൂക്കപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരനോട് പറഞ്ഞു, നമ്മൾ ഈ ലോകപ്രകാരമുള്ള ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ കാരണം നമ്മൾ പാപികളായതുകൊണ്ടാണ്. എന്നാൽ ഇവൻ നിർദോഷിയും നിഷ്കളങ്കനുമായ മനുഷ്യനാകുന്നു, ദൈവപുത്രനാകുന്നു. അതുകൊണ്ട് നാം നമ്മളുടെ വാക്കുകൾ കൊണ്ട് അവനെ തുച്ഛീകരിച്ചുകൂടാ. അപ്പോൾ സ്വയമായി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി തൻ്റെ ബലഹീനതകളെ തിരിച്ചറിയുകയും ക്രിസ്തുവിൻ്റെ രാജത്വത്തിലും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലും മറ്റാരേക്കാളും അധികമായ വിശ്വാസം പുലർത്തുകയും ചെയ്യുവാനുള്ള ഒരു വലിയ നിലപാട് ഈ മനുഷ്യനുണ്ടായി. അതുകൊണ്ടാണ് അവൻ പറുദീസായുടെ അവകാശിയായി മാറുന്നത്. പറുദീസായിക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഊടുവഴികൾ ഒന്നും തന്നെ ഇല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ തിരിച്ചറിയുവാൻ സാധിക്കുമ്പോൾ, ക്രിസ്തു വിശ്വാസത്തിൽ അനുദിനം ആഴപ്പെട്ടു വരുമ്പോൾ സ്വാഭാവികമായും പറുദീസായുടെ വാതിലുകൾ നമുക്കായി തുറക്കപ്പെടുക തന്നെ ചെയ്യും. യാതൊരു സംശയവും അതിനകത്ത് വേണ്ട. പറുദീസായിൽ നിന്ന് നമ്മെ പുറന്തള്ളിക്കളയുന്ന വിവിധ കാരണങ്ങൾ ഉണ്ടാകാം. ഇത് സ്വയത്തിലുള്ള പുകഴ്ചയും അതിപരിചയത്വവും ഒക്കെ ആവാം. നമ്മളെ പറുദീസായിൽ നിന്ന് തള്ളിക്കളയുന്ന വിവിധ കാരണങ്ങളിൽ ഈ പറയുന്ന കാരണങ്ങളെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ തക്കവണ്ണം, ലോകത്തിൻ്റെ സ്വാധീനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ മിഥ്യാധാരണകളൊക്കെ ഒന്ന് പൊളിച്ചെഴുതുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരേണ്ടത് അനിവാര്യത തന്നെയാണ്. നമ്മോടും ശാന്തമായ ലോക ജീവിതം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ അരുമനാഥൻ പറയുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. ഈ ലോകത്തിൻ്റെ മറ്റാഗ്രഹങ്ങളൊന്നും അതിനോളം വലുതായി കാണുവാൻ ഇടയാകാതിരിക്കുക എന്നത് പ്രാധാന്യമാണ്. നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആഗ്രഹം, ദൈവമേ, നിന്റെ പറുദീസായുടെ സന്തോഷാനുഭവങ്ങളിൽ കുടുംബമായി പ്രവേശിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് ഭാഗ്യം തരണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥനകളെയും യാചനകളെയും അപേക്ഷകളെയും ഞങ്ങളുടെ ജീവിതത്തെ തന്നെ അവിടുന്ന് തിരുമുൽക്കാഴ്ചയായി കൈക്കൊള്ളണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും ശക്തീകരിക്കുകയും പറുദീസായുടെ അവകാശികളാക്കി മാറ്റുകയും ചെയ്യട്ടെ. നാം ഏവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.